ബാക്കിയുണ്ടാകുക. നന്മയുള്ള മക്കളാവൽ എപ്പോഴാണ്? ഇതേപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളാകുമ്പോ ഉമ്മമാരെ വെള്ളിയാഴ്ച രാവ് മക്കളെയൊക്കെ അടുത്തേക്ക് വിളിച്ചിരുത്തുക. എന്നിട്ട് നിങ്ങളെ മരണപ്പെട്ടു പോയ ഉമ്മാനെ കുറിച്ചൊന്ന് പറയാ. അവരാ ജീവിതകാലത്ത് അവരൊക്കെ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളുടെ എന്തെങ്കിലും ഒരു കഥ പറയാ. ഇനി നമുക്ക് ഭക്ഷണം വേണ്ട, അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അന്ന് നോമ്പ് തുറന്നത് എങ്ങനെയാണ്, അന്ന് വസ്ത്രം ധരിച്ചത് എങ്ങനെയാണ്, കല്യാണത്തിന് പോകുമ്പോൾ കുപ്പായ വായ്പ വാങ്ങിയത് എങ്ങനെയാണ്, ചെരുപ്പ് വായ്പ വാങ്ങിയത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള വേദനയുടെ ഏതെങ്കിലും ഒരു കഥ ഉമ്മാന്റെ ജീവിതത്തിൽ നിന്നെടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞു കൊടുത്തിട്ട്, ആ ഉമ്മൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്, അവരിന്ന് ഖബറിലാണ്, അവർക്ക് വേണ്ടി ഒരു യാസീനോദ നമ്മള് 7 മിനിറ്റ് ഉണ്ടായാൽ ഒരു യാസീന് പൂർത്തിയാകും. ആ യാസീനോദി ആ ഉമ്മാന്റെ പേരിൽ ഹദിയ ചെയ്ത് അത് നമ്മളിൽ നിന്ന് നമ്മളെ കുട്ടി കണ്ടാൽ തീർച്ചയായും നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ആ മകൻ അവന്റെ മക്കളെയും കൂട്ടിയിരുത്തി നമുക്ക് വേണ്ടി ഇതുപോലെ യാസീനോദുന്ന അവസ്ഥ ഉണ്ടാവും. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ നാളെ ഒന്നും പ്രതീക്ഷിക്കണ്ട. നമ്മളിൽ നിന്ന് കിട്ടിയ പരിശീലനേ നമ്മളെ മക്കളിൽ ബാക്കിയുണ്ടാവൂ. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അതാത് പ്രായത്തിൽ നമ്മൾ പരിശീലിപ്പിക്കണം. വെള്ളിയാഴ്ച ജുമാക്ക് പോകുമ്പോ മക്കളോട് വാപ്പ പറയണം, കുട്ടികളെ ജുമ കഴിഞ്ഞ് ഉടനെ ഓടരുതേ, ദിക്റും ദുആക്ക് കഴിഞ്ഞിട്ട് പുറത്ത് അവിടെ ഉണ്ടാവണം. എന്നിട്ട് ആ മക്കളെയും കൂട്ടി നമ്മൾ വാപ്പാന്റെ കബറും പുറത്തു ആ ഉമ്മാന്റെ കബറും പുറത്ത് ഇല്ലയാണ്. അവിടെ വാപ്പ ഇങ്ങനെ നിൽക്കുമ്പോ വാപ്പന്റെ കണ്ണിന്ന് വെള്ളം വരികയാണ്. വലിയാപ്പനെ കുറിച്ചൊന്നും അത്ര വേദനിക്കുന്ന ഓർമ്മ ആർക്കും ഉണ്ടാവില്ല, പേരക്കുട്ടിയൊക്കെ ഉണ്ടാവില്ല. നമ്മളെ സ്വന്തം വാപ്പാനെ കുറിച്ച് നമുക്കുള്ള ഓർമ്മകൾ നമ്മളെ മക്കൾക്ക് ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഇങ്ങനെ കണ്ണീരൊലിപ്പിക്കണം. ആ സമയത്താണ് നമ്മളെ കുട്ടികൾക്ക് ഇത് വലിയൊരു ക്ലാസ് ആണ്. അവിടെ വെച്ച് നമ്മൾ വാപ്പക്ക് വേണ്ടി ദുആ ചെയ്ത് തിരിച്ചു പോന്നാൽ ഇനി നമ്മളും ഇതുപോലെ ഖബറടക്കപ്പെട്ടാൽ നമ്മളെ മക്കൾ നമ്മളെ ഖബറും പുറത്ത് വരുന്ന രംഗമുണ്ടാകും. അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട, നമ്മളിൽ നിന്ന് കിട്ടേണ്ട പരിശീലനങ്ങൾ നമ്മൾ തീർച്ചയായും അവർക്ക് കൊടുത്തിരിക്കണം. അങ്ങനെയുള്ള നല്ല നല്ല പരിശീലനങ്ങൾ അവർക്ക് ആ പ്രായത്തിൽ കൊടുക്കുക. അത് കഴിഞ്ഞാൽ 10 മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായം അന്ത്യബാല്യമാണ്, ബാല്യകാലത്തിന്റെ അവസാന ഘട്ടം. അത് പെൺകുട്ടികളാണെങ്കിൽ ഏകദേശവും അവർക്ക് പ്രായപൂർത്തിയുടെ അടയാളമായ ഹൈലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ആൺകുട്ടികളാണെങ്കിലും ഇന്നത്തെ കാലത്ത് ഒരു 12-13 വയസ്സാകുമ്പോഴൊക്കെ അവരും പ്രായപൂർത്തിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളാണ് ഇന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മൂപ്പത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ചെൻസ സമയം എന്നൊക്കെ ഒരു പ്രായത്തിന്റെ അതേമാതിരിയുള്ള ഒരു അവസ്ഥയാണ്. അവരൊക്കെ ശാരീരികമായി ചില മാറ്റങ്ങളൊക്കെ അങ്ങനെ കാണും. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർക്കിങ്ങനെ ചിലർക്ക് ശബ്ദം മാറാൻ തുടങ്ങും, ചില ആളുകൾക്ക് പിന്നെ മെൻസസ് ഉണ്ടാകും. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ ഇനി ഇവരോടുള്ള പെരുമാറ്റത്തിൽ ചെറിയൊരു മാറ്റം വേണം. നിബിതങ്ങളുടെ ഹദീസിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 7 വയസ്സായാൽ നിങ്ങൾ കുട്ടികളെ നിസ്കാരം പരിശീലിക്കും. 10 വയസ്സായിട്ട് അവൻ സ്വയം നിസ്കരിക്കുന്നില്ലെങ്കിൽ ഓനെ ഒന്ന് ഭയപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ഹദീസിൽ ഒരു കാര്യം കൂടെ അവിടുന്ന് പറഞ്ഞു, 10 വയസ്സെത്തിക്കഴിഞ്ഞാൽ കിടപ്പറയിൽ നിങ്ങൾ ആ കുട്ടികളെ മാറ്റിക്കിടത്തണം. അതിന്റെ അർത്ഥം 10 വയസ്സായ മകളെ കൂടെ വാപ്പ കിടന്നുറങ്ങാൻ പാടില്ല. 10 വയസ്സായ മകനും ഉമ്മയും ഒരു ബെഡിൽ ഉറങ്ങാൻ പാടില്ല. 10 വയസ്സായ മകനെയും മകളെയും ഒരു പായയിൽ ഉറക്കാൻ പാടില്ല. അവിടെ മാറ്റിക്കിടത്തി. ജീവിതത്തിന്റെ ദുർബല നിമിഷം ആർക്കും സംഭവിക്കാം. സ്വന്തം കുടുംബത്തിൽ നിന്നും ഒരു അനാവശ്യമുണ്ടായാൽ ആ കുട്ടിക്ക് പിന്നെ എല്ലാവരോടും വെറുപ്പായി, മനുഷ്യ സമൂഹത്തോട് തന്നെ വെറുപ്പായി. ആരൊക്കെ വഴിതെറ്റിപ്പോയിട്ടുണ്ടോ അവരൊക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കറുത്ത ഏടുണ്ടാവും. അത് ആരാ സൂക്ഷിക്കണ്ടേ? നമ്മൾ രക്ഷിതാക്കളാ. ഇത് സ്വന്തം വാപ്പന്റെ അടുത്ത് കടത്താൻ പാടില്ല. 10 വയസ്സായ മകളെ, 10 വയസ്സായ മോനെ സ്വന്തം ഉമ്മാന്റെ അടുത്ത് കടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ കുറച്ച് കൂടുതലാണോ നിങ്ങൾ കേൾക്കും. അല്ല, ഇന്നത്തെ അനുഭവങ്ങൾ അതാണ്.
ഇന്നുള്ള ഓരോരുത്തരെയും കുട്ടികളൊക്കെ ഇപ്പതാ സ്കൂളിൽ വെച്ചിട്ട് ഇങ്ങനെ മനഃശാസ്ത്ര വിദഗ്ധർ ഇങ്ങനെ ചോദിക്കുക, 4 ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ അവരൊക്കെ എടുക്കെത്തുക സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണ് ആദ്യത്തെ തിക്താനുഭവം ഉണ്ടായെന്ന്. എന്നിട്ടല്ലേ എളാപ്പന്റെയും മൂത്താപ്പന്റെയും മക്കളെയൊക്കെ ബാക്കിൽ വിടല് അല്ലേ? നോമ്പറക്കാനും കല്യാണ രാത്രി കിടക്കാനായിട്ട് സൗകര്യം ചെയ്ത് കൊടുക്കല, ഒരേ റൂമിൽ ഒരേ പായല്. പ്രായം നോക്കലില്ല, വയസ്സ് നോക്കലില്ല, ഒന്നും നോക്കലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം പാഠങ്ങളെ നമ്മൾ അവഗണിച്ചാൽ നമ്മളെ കുടുംബത്തിന് വലിയ അബദ്ധമാവും. പിന്നീട് കൗമാരമാണ് കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. 13 വയസ്സു മുതൽ അങ്ങോട്ട് പ്രായപൂർത്തി എത്തുന്നത് വരേക്കുമുള്ള സമയത്തെ കൗമാരകാലം എന്ന് പറയാം. ഇതിനെ സംബന്ധിച്ച് ഒരു കലികാലം എന്നാണ് സാധാരണ പറയാ, അല്ലെ? രണ്ടും കെട്ട കാലം എന്ന് പറയും. കുട്ടിത്തം വിട്ടിട്ടുമില്ല, ആ യുവത്വത്തിലേക്ക് എത്തിയിട്ടുമില്ല. വല്ലാത്തൊരു സമയം, പ്രായപൂർത്തിയോടടുത്ത സമയമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ ഈ കുട്ടികളെ ചിന്തയിൽ വലിയ മാറ്റം. അതിന്റെ ഭാഗമായിട്ട് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്ന ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. അത് ദൂഷ്യങ്ങളെന്നും പറയാ, അമിതമായാൽ, അല്ലെങ്കിൽ അത് മനുഷ്യൻ അല്ലാഹു തആല പ്രകൃതിപരമായ ആവശ്യത്തിന് തന്നതാണ്. അതിലൊന്ന് സൗന്ദര്യബോധം തുടങ്ങുന്ന സമയമാണ് ഈ കൗമാരം. സാധാരണ ഒരു 10 വയസ്സ് വരെ അല്ലെങ്കിൽ 12 വയസ്സ് വരെയുള്ള നിങ്ങളെ വീട്ടിലെ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നിങ്ങൾ നോക്കി, അവർ മദ്രസയിലും സ്കൂളിലൊന്നും പോകുമ്പോൾ വല്ലാതെ ഒരുങ്ങൂല. എന്നാൽ 13-ാം വയസ്സിലേക്ക് കടക്കുന്നതോടുകൂടി അവർ കണ്ണാടിന്റെ മുമ്പിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും, അല്ലെ? അത് പ്രത്യേകം ഓലെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ, മുടിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ, കണ്ണെഴുതാനും അത്തർ പൂശാനും മറ്റിനൊക്കെ വല്ലാത്ത ജാഗ്രത. അത് അല്ലാഹു തആല പ്രകൃതിപരമായി തരുന്ന സൗന്ദര്യബോധത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് കൂടിയാൽ അതിനെ എക്സിബിഷനലിസം എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രദർശന ത്വര ഒരു കുട്ടിക്കുണ്ടായാൽ അതൊരു മാനസിക വൈകൃതാണെന്ന്. ഇത് ഓവറായാൽ, അത് ഓവറാകുന്നതിന്റെ ലക്ഷണമാണ്. ഒന്ന്, തട്ടം തലയിലിട്ടാൽ തന്നെ എന്ത് ചെയ്യും, ചിലപ്പം അതൊരു 10 ഡിഗ്രി ഇങ്ങോട്ട് തെറ്റിച്ചിട്ട് മുടിന്റെ തല പുറത്ത് കാണുന്ന മാതിരിയായിട്ട്, എന്നിട്ട് ഇങ്ങനെ തൊട്ട് നോക്കും, എന്റെ കുറെ താഴത്തെത്തിനല്ലോ എന്ന് ഇങ്ങനെ നോക്കും. കാരണം എന്താ? ഇതൊന്നും ആളെ കാണും, ഇതിന്റെ വലിപ്പത്ര ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ആ തട്ടം തെറ്റിക്കണം. ഇനി ചില സ്ത്രീകൾ മക്കനിട്ടാൽ തന്നെ എന്ത് ചെയ്യും, ഇത് രണ്ടും ഒന്ന് പിടിച്ച് പെരടിക്കടുക്കും. 4 മാസം കാണേണ്ടവർക്ക് ആവശ്യമുണ്ട്, എവിടെ നോക്കിയാൽ അത് കൗത്ത് കാണാം. അതൊരു പ്രദർശന ത്വരന്റെ ഭാഗം. അവരെ ശരീരത്തിന്റെ തുടിപ്പൊക്കെ എത്ര ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇറുകിയ വസ്ത്രം ധരിക്കാൻ വല്ലാത്ത ആർത്തി ഉണ്ടെങ്കിൽ ഇതും അതിന്റെ ഒരു ലക്ഷണം. ഈ അസുഖം ബാധിച്ചാൽ, ഇത് കൂടിയാൽ, മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു വിദഗ്ധനായ പൂവാലന് ഈ സ്വഭാവമുള്ള കുട്ടികളെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളച്ചെടുത്ത് വഴിതെറ്റിപ്പിക്കാൻ പറ്റും. അവരെ ഒറ്റക്ക് പുറത്തു വിടാൻ പോലും പാടില്ല എന്ന് പറയുന്നുണ്ട് അവര്. കാരണം ഈ കുട്ടി വഴിവെച്ചു, ഈ കുട്ടിക്ക് ഈ പക്വത എത്തിയിട്ടില്ല. പക്വത എത്തുന്നതിന്റെ മുമ്പ് ഈ സ്വഭാവം കൂടിയാൽ ആരുടെയും കൂടെ പോകാൻ തയ്യാറാണ്. അപ്പൊ നമ്മൾ അത് അമിതമാകുമ്പോ അതിനെ നിയന്ത്രിക്കണം, ഓവറാൻ പാടില്ല. എന്നാ വൃത്തിയില്ലാതെ നടക്കാൻ സമ്മതിക്കുകയും ചെയ്യരുത്. വൃത്തി വേണം, എന്നാൽ ഈ പ്രദർശനത്വര ഓവറാകരുത്. ഓവറാകുന്നതോടുകൂടി നന്നായി പഠിച്ച കുട്ടി, 7ാം ക്ലാസ് വരെ റാങ്ക് വാങ്ങിയ കുട്ടികൾ എന്ത് ചെയ്യും, ഈ സ്വഭാവം വന്നാൽ 8ാം ക്ലാസ്സിൽ നേരെ താഴോട്ട് വരും. ആൺകുട്ടികളും അങ്ങനെ തന്നെ. ആൺകുട്ടികൾക്ക് പ്രദർശനത്വരയുടെ അടയാളാണ് അവർ കൂടുതലും മുടിമ്മലാണ് കളിക്കുക. മുടി എന്ന് പറഞ്ഞാൽ അതിനെ ആരാധിക്കും. അത് ഞമ്മക്കിപ്പം വലിയ അത്ഭുതമൊന്നും, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലെ? നമ്മളൊക്കെ ചെറുപ്പത്തില് ഹിപ്പിയാണ് അന്നത്തെ ഫാഷൻ. ഈ ചെവിമൽക്ക് വെക്കലാണ് മുടി. അത് കുറച്ച് നീട്ടി മെല്ലെ ചെവിമൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കണ്ണാടി നോക്കൽ തന്നെ അന്നത്തൊക്കെ പണി. ഈ പന്തളിവാടത്തൊക്കെ പോകും, അവിടൊക്കെ ഓരോരുത്തർ എങ്ങനെയാണ് മുടി വളർത്തിയെന്ന് നോക്കുന്നുണ്ട്. അതുപോലെ ആക്കാൻ പറ്റുമോ നോക്കും. ഒരു ചീർപ്പെടുത്തിട്ട് ചുറ്റി അങ്ങനെ കളിച്ച് എല്ലാവർക്കും ഉണ്ടാ സ്വഭാവം. അത് ആ പ്രായത്തിന്റെ ഒരു പ്രത്യേകത. കൗമാരക്കാരുള്ള സ്ഥലത്ത് ഈ സ്കൂട്ടറൊന്നും നിർത്തിയിടാൻ പറ്റൂല. അവരെന്ത് ചെയ്യും, അവരെ പാകത്തിന് അതിന്റെ ആ കണ്ണാടി ഒന്ന് എടുത്ത് തിരിച്ചു, എന്നിട്ട് ഒരു വാരും ഓലാട് പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ വണ്ടി എടുത്ത് പോയി നോക്കുമ്പോൾ അത് വേറെ എടുക്കുക കാണുക. കാറും സ്കൂട്ടറും ഒക്കെ കണ്ടാൽ അയിമൽ ഇങ്ങനെ വാരുക, അയിമൽ നോക്കിയിട്ട് വാരുക. ഇതൊക്കെയാണ് പണി. അവരെ മറ്റൊരു ലക്ഷണം ഏതാണെന്നറിയാം, ഞങ്ങള് ഈ ഇറക്കം കുറഞ്ഞ കൈയുള്ള കുപ്പായം ധരിക്കുക. കാരണം ഇപ്പം മസിലും ഈ നെഞ്ഞ് കൂടം കെട്ടിയൊക്കെ വരികയാണ്. ഇതൊക്കെ ഒന്ന് പെൺകുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് കുപ്പായത്തിന്റെ ഇറക്കം കുറക്കണം, കയ്യിന്റെ ഇറക്കം. എന്നിട്ട് സ്കൂളിൽ ക്ലാസ്സിലൊക്കെ ഇരിക്കലെങ്ങനെ ഇങ്ങനെ ദമ്മിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം അവന്റെ മസിലോള് കാണട്ടെ എന്നാ പറ്റൂല.
മറ്റോരും ഇങ്ങോട്ടും പ്രദർശിപ്പിക്കാണ്. ഇങ്ങനെ പ്രദർശനതര കൂടിയാല് പാഠം ശ്രദ്ധിക്കൂല. അതാ തോറ്റുപോകാൻ കാരണം. ബല അങ്ങോട്ടും കാണിച്ചു കൊടുക്കും, ഓലും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കും. ഇങ്ങനെ പഠനത്തിൽ പിന്നോട്ട് പോകും. ഇത് കൂടിയാൽ അപകടം ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിക്കണം. കൗമാരപ്രായത്തിൽ കുട്ടികൾക്ക് മറ്റൊരു സവിശേഷ ഗുണമുള്ളതെന്താ? കമ്പനി കൂടാനുള്ള താല്പര്യമാണ്. മറ്റു കുട്ടികളുമായിട്ട് കൂട്ടുകൂടാൻ താല്പര്യം. അതൊന്നും ഒരിക്കലും നമുക്ക് നിരുത്സാഹപ്പെടുത്താൻ പറ്റിയ സംഗതിയല്ല. അതൊക്കെ പ്രകൃതിപരമായി അല്ലാഹു തആല നമ്മളെ മക്കളെ ഗുണത്തിന് വേണ്ടി തരുന്ന നന്മയാണ്. കാരണം നമ്മളൊരു സാമൂഹ്യ ജീവിയാ മനുഷ്യൻ. ആർക്കും ഒറ്റക്ക് ജീവിക്കാൻ പറ്റൂല. അപ്പൊ സമൂഹവുമായി നല്ല സൗഹൃദവും സ്നേഹബന്ധവും ഉള്ളവനെ പുരോഗതി ഉണ്ടാവുള്ളൂ. നന്നായി പഠിക്കണമെങ്കിൽ എന്ത് വേണം? നല്ലോണം പഠിക്കുന്ന കുട്ടികളായിട്ട് കമ്പനി കൂടണം, അല്ലെ? നല്ല ജോലി കിട്ടാൻ അതിന് പറ്റിയ ആൾക്കാരുമായിട്ട് നമ്മൾക്ക് കമ്പനി ഉണ്ടാവണം. നല്ല സ്വഭാവം ഉണ്ടാവാൻ നല്ല ആളുകളുമായിട്ട് നമ്മൾ കമ്പനി ചേരണം. നല്ല പെണ്ണ് കിട്ടാൻ, നല്ല വിസ കിട്ടാൻ, ഇതിനൊക്കെ എന്ത് കാരണമാണ്? നല്ല സൗഹൃദങ്ങൾ കാരണമാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ ഹബീബ് അത് വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞത് നമ്മൾ സൗഹൃദമുള്ളവരാവണം, ഒറ്റയാനാവരുത്. അൽ മുഅ്മിനു ഇൽഫും മഅ്ലൂഫ് വലാ ഖൈറ ഫീമൻ ലാ യഅ്ലിഫു വലാ യുഅ്ലഫ്. യഥാർത്ഥ വിശ്വാസി മറ്റുള്ളവരോട് ഇണങ്ങാൻ നല്ല താല്പര്യമുള്ളവനായിരിക്കും. ഇങ്ങോട്ട് ആരെങ്കിലും ഇണങ്ങാൻ വന്നാൽ അതിന് വഴങ്ങിക്കൊടുക്കുന്നവനും അവനോട് നല്ല രീതിയിൽ തിരിച്ചു പെരുമാറുന്നവനുമാണ്. എന്നാൽ വലാ ഖൈറ, ഒരു നന്മയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഫീമൻ ലാ യഅ്ലിഫു വലാ യുഅ്ലഫ്, ഒരാളോടും അങ്ങോട്ട് പോയി ഇണങ്ങൂല, ഇങ്ങോട്ട് ഇണങ്ങാൻ വന്നവന് മുഖം കൊടുക്കൂല. അന്തർമുഖനായി അകത്തേക്ക് വലിഞ്ഞു ഒറ്റയാനായി ജീവിക്കുന്ന മനുഷ്യന് സമൂഹത്തിന് ഒന്നും സംഭാവന ചെയ്യാൻ പറ്റൂല. സമൂഹത്തിന് നന്മ ചെയ്യാൻ ആർക്കേ പറ്റൂ? സമൂഹവുമായിട്ട് സമ്പർക്കവും സൗഹൃദവും ഒക്കെ ഉണ്ടാക്കണം. അപ്പൊ അതിനു വേണ്ടി അള്ളാഹു തരുന്ന ഒരു നന്മയാണ്, ഒരു മാനസിക ഗുണമാണ് ഈ സൗഹൃദത്തോടുള്ള താല്പര്യം. എന്നാൽ അള്ളാഹിന്റെ ഹബീബ് ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ നന്മക്കും ഉപയോഗിക്കാം, തിന്മക്കും ഉപയോഗിക്കാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഏതൊരു മനുഷ്യനും തന്റെ കൂട്ടുകാരന്റെ സംസ്കാരത്തിലായിരിക്കും. ആരാണോ തന്റെ ആത്മമിത്രം, തന്റെ അടുത്ത സുഹൃത്ത്, അവന്റെ സംസ്കാരവും സ്വഭാവവും ഇവൻ ഉണ്ടാകും. അതുകൊണ്ട് ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിലു, ആരോടാണ് നിങ്ങൾ കൂട്ടുചേരുന്നത് എന്ന് നന്നായി ശ്രദ്ധിച്ചോളണം. നിങ്ങളെ കൂട്ടുകാര് നന്മ ഉള്ളവരായിരിക്കണം. അതുകൊണ്ട് രക്ഷിതാക്കളാകുന്ന നമ്മൾ കൗമാരപ്രായത്തിലെത്തിയ നമ്മളെ കുട്ടികളെ ആരോട് കൂട്ടുകൂടുന്നു എന്ന് ശ്രദ്ധിച്ച് നല്ലവരോട് നമ്മൾ അവരെ ചേർത്ത് കൊടുക്കണം. നമ്മളെ ഉസ്താദുമാര് SSF പോലുള്ള സംഘടന നമുക്ക് ഉണ്ടാക്കി തന്നത് എന്തിനാണ്? ഈ മക്കൾക്ക് വഴി പിഴച്ചു പോകാതിരിക്കാൻ, നല്ലവരോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയുള്ള കൂട്ടായ്മയാണ്. ആ കൂട്ടത്തിൽ അവർ ചേർന്ന് നിന്നാൽ തീർച്ചയായും മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന ക്ലാസുകളാണ് അവർക്ക് കൊടുക്കുന്നത്. അക്ഷരം പഠിപ്പിച്ച അധ്യാപകന്മാരെ ഗൗരവോ ചെയ്യരുത് എന്ന സന്ദേശമാണ് അവർക്ക് കൊടുക്കുന്നത്. അതേപോലെ വഴിതടഞ്ഞ് സമരം ചെയ്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ആശയമാണ് അവർക്ക് കൈമാറുന്നത്. ഇങ്ങനെയുള്ള നന്മകൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന നല്ല കൂട്ടായ്മയിലേക്ക് മക്കളെ ചേർത്ത് കൊടുക്കണം. അവര് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ നന്മയാണ് മക്കൾക്ക് നമ്മൾ നൽകേണ്ട